ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ഭാഗവത പാരായണം സ്കന്ധം 3 അധ്യായം 7. അപ്പോൾ ഈ ഒരു സ്കന്ധത്തിൽ വിതുര മൈത്രേയ സംവാദമാണ്. വിതുര മഹർഷി മൈത്രേയ മഹർഷിയോട് പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. മൈത്രേയ മഹർഷി സന്തോഷവാനായിട്ട് കുറേ ഉത്തരങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ വിതുരൻ ചോദിക്കുന്നു, ഈ സർവേശ്വരനായ ഭഗവാൻ മായ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഭഗവാൻ എങ്ങനെയാണ് മായയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പം നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ അന്തര്യാമിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ എങ്ങനെ ഭഗവാൻ ഇരിക്കുമ്പോൾ മായയാലുള്ള കഷ്ടപ്പാടുകൾ നമ്മളെങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നും ചോദിക്കുന്നു. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ അജ്ഞാനത്താൽ ഉണ്ടാകുന്ന ഈ സംശയങ്ങൾ കൊണ്ട് ഞാൻ ദുഃഖിതനാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പലർക്കും എന്നെപ്പോലെ സംശയമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മൈത്രേയ മഹർഷി പറയുന്നത്, ഭഗവാൻ നിത്യമുക്തനാണ്. ഭഗവാന്റെ ആ ഒരു അംശമായ ജീവന് മാത്രമേ ഉള്ളൂ ഈ ദൈന്യതയും ദുഃഖവും വിഷമവും ഒക്കെ. പക്ഷെ അതിൽ നിന്ന് മുക്തനായവന്, ഈ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവാൻ കഴിയും. പിന്നെ പറയുന്നു, ആത്മാവ് ഓരോ ജീവൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് എല്ലാം അറിയുന്നു. എല്ലാ ക്ലേശങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവിൽ അടക്കിയാൽ മാത്രമേ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുള്ളൂ എന്നും പറയുന്നു. അതിന് ഒരു ഭക്തിയിൽ മുഴുകുമ്പോൾ അവിദ്യയാൽ ഉണ്ടാകുന്ന സങ്കടങ്ങളെ നമുക്കില്ലാതെയാക്കാൻ പറ്റും എന്നും പറയുന്നു. വിതുരർ പറയുന്നു, മായാഭ്രമം കൊണ്ടുള്ള മോഹത്താലാണല്ലോ ഈ ശരീരവും പ്രപഞ്ചവുമെല്ലാം ഉള്ളതുപോലെ തോന്നപ്പെടുന്നത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ശരീരവും മനസ്സും ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നാണല്ലോ എന്ന് വിതുരർ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഭഗവത് ദർശനം പോലെ തന്നെ വളരെ പ്രിയമാണ്, വളരെ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ മഹാന്മാരായ ഭക്തരുടെ ദർശനം. അതും ദുർലഭമാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ പറയുന്നത് ആദ്യ അവതാരമായ വിരാട് പുരുഷനെക്കുറിച്ചും, ആ വിരാട് പുരുഷൻ ആയിരക്കണക്കിന് കൈകാലുകളോടുകൂടിയ വിരാട് പുരുഷനിലാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും 14 ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു പുരുഷനിൽ 14 ലോകങ്ങളും ഒന്നിനൊന്ന് തൊടാതെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വേദത്തിൽ പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട് എന്നും ഇവിടെ വിതുരർ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പറയുന്നു, വിതുരർ വീണ്ടും കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് എന്തിനാണ് ശ്രാദ്ധകർമ്മങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നും ഒക്കെ ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരങ്ങളായിട്ട് ഇനി വരുന്ന ചാപ്റ്ററുകളും ഒക്കെ വരും. അപ്പോൾ പറയുന്നു, പിന്നെ എന്തിനാണ് ഭഗവാന്റെ പ്രസാദത്തിനായിട്ട് എപ്രകാരമുള്ള ആചാരങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. പിന്നെ പറയുന്നു, എല്ലാ വേദങ്ങളും പഠിച്ചാലും എല്ലാ അധ്യയനങ്ങളും ഒക്കെ ചെയ്താലും ഭഗവാന്റെ ഈ തത്വോപദേശം, തത്വത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു ജീവന്മാർക്ക് ലഭിക്കുന്ന ഒരു ഫലത്തിൻ്റെ ചെറിയ അംശം പോലും തപസ്സുകളും യാഗങ്ങളും ചെയ്താൽ കിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനം ഭഗവാന്റെ ഈ തത്വം മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേദാധ്യയനം പോലുള്ള അനുഷ്ഠാനങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ആകുന്നില്ല എന്നും പറയുന്നു. അപ്പോൾ വായിക്കാം. ഇത്രയൊക്കെ ചോദ്യങ്ങളുമൊക്കെ അടങ്ങിയതാണ് ഈ ഒരു ചാപ്റ്റർ 7, 7ാമത്തെ ചാപ്റ്റർ സ്കന്ധം 3. അധ സപ്തമോധ്യായ സ്കന്ധം 3 ധ്യാനം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമഃ, സരസ്വതിയെ നമഃ. ജന്മാദ്യസ്യതോ അന്വയാദിതരതശ്ചാത്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അപ്പോൾ ചൊല്ലാം പാരായണം. അത് സപ്തമോധ്യായ തൃതീയസ്കന്ധം. ശ്രീശുഗവാച ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായനസുതോ ബുധഃ പ്രീണയന്നിവ ഭാരത്യ വിതുരപ്രത്യഭാഷത.
ശ്രീവിതുരവാച ബ്രഹ്മൻ കഥം ഭഗവതശ്ചിന്മാത്രസ്യ അവികാരിണ ലീലയാ ചാഭിയുജ്യേരൻ നിർഗുണസ്യ ഗുണാക്രിയാഃ ക്രീഡയാമുദ്യമോർഭസ്യ കാമചിക്രീഡിഷ അന്യത സ്വതതൃപ്തസ്യ ച കഥം നിവൃത്തസ്യ സദാന്യതഃ അസ്രാക്ഷീത് ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായയാ തയാ സംസ്ഥാപയതി ഏതദ്ഭൂയ പ്രത്യഭിദാസ്യതി ദേശതക്കാലതോയോ അസൗ അവസ്ഥാതസ്വതേ അന്യതഃ അവിലുപ്താവദ്ബോധാത്മാ സാ യുജ്യേത അജയാ കഥം ഭഗവാനേക ഏവേഷ സർവക്ഷേത്രേഷു അവസ്ഥിതഃ അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിഃ കുതഃ ഏതസ്മിൻ മേ മനോ വിദ്വൻ ഖിദ്യതേ അജ്ഞാനസങ്കടേ തന്ന പരാണുത വിഭോ കശ്മലം മാനസം മഹദ്. ശ്രീശുഗവാച സൈത്തം ചോദിതക്ഷത്ര തത്വജിജ്ഞാസുനാ മുനിഃ പ്രത്യാഗ ഭഗവച്ചിത്ത സ്മയൻ ഇവ ഗതസ്മയഃ. ശ്രീമൈത്രേയോവാച സേയം ഭഗവതോ മായായൻ നയേന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം യദർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യഃ പ്രദീയത ഉപദ്രഷ്ടോ സ്വശിരച്ഛേദന ആദിഗഃ. യദർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യ പ്രദീയത ഉപദ്രഷ്ടോ സ്വശിരച്ഛേദനാദിഗഃ. യഥാ ജലേ ചന്ദ്രമസഃ കമ്പാദിസ്തത്കൃതോ ഗുണഃ ദൃശ്യതേ അസന്നഭി ദ്രഷ്ടോ ആത്മനോ ഗുണഃ. സ വൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാ ഭഗവദ്ഭക്തിയോഗേന തിരോദത്തെ ശനൈരിഹ. യഥേന്ദ്രിയോപരാമോ അധ ദ്രഷ്ടാത്മനി പരേ ഹരോ വിലീയന്തേ തഥാ ക്ലേശാ സുപ്തസ്യ ഏവ കൃഷ്ണശഃ. അശേഷസംക്ലേശശമം വിദത്തേ ഗുണാനുവാദശ്രവണം മുരാരേ കുതഃ പുനസ്തശ്ചരണാരവിന്ദ പരാഗസേവാരതിരാത്മലബ്ധാഃ. ശ്രീവിതുരോവാച സംഛിന്നയ സംശയോ മഹ്യം തവ സൂക്താസിനാ വിഭോ ഉഭയത്രാപി ഭഗവൻ മനോ മേ സംപ്രധാവതി. സ്വദേതത് വ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേ ആഭാദ്യപാർത്ഥം നിർമൂലം വിഷമൂലം നയതു ബഹിഃ. യശ്ച മൂഢതമോ ലോകേ യശ്ച ബുദ്ധേ പരം ഗതഃ താവുഭോ സുഖമേതേതേ ക്ലിശ്യ അത്യന്തരിതോ ജനഃ. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാപി നാത്മനഃ താം ചാഭിയുഷ്മച്ചരണസേവയാഹം പരാണുദേ. യത്സേവയാ ഭഗവതഃ കൂടസ്ഥശ്യ മധുദ്വിഷഃ രതിരാസോ ഭവേത് തീവ്ര പാദയോർവ്യസനാർദ്ധനഃ. ദുരാപാഹി അല്പതപസ സേവാ വൈകുണ്ഠവർമ്മസു യത്രോ ഭഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദനഃ. സൃഷ്ട്വാഗ്രേ മഹദാദീനി സവികാര്യാണി അനുക്രമാത് തേഭ്യോ വിരാജമുദ്ധൃത്യ തമനുപ്രാവിശദ്വിഭുഃ. യം ആഹുരാദ്യം പുരുഷം സഹസ്രാംഗിയുരുബാഹുകം യത്ര വിശ്വ ഇമേ ലോകാ സവികാസം സമാസദേ. യസ്മിൻ ദശവിധ പ്രാണസേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രിവിദ് ത്വയേരിതോ യതോ വർണ്ണ തദ്വിഭൂതിർവദസ്വനഃ. യത്ര പുത്രൈശ്ച പൗത്രൈശ്ച പിതൃഭിः സഹ ഗോത്രജൈ പ്രജാവിചിത്രാകൃതയ ആസൻ അഭിരിധം തദം. പ്രജാപതീനാം സപ്പദി ചക്ലബേകാൻ പ്രജാപതീൻ സർഗാൻശ്ചൈവാനുസർഗാൻശ്ച മനോന്മന്വന്തരാധിപാൻ. ഏതേഷാമപി വംശാശ്ച വംശാനുചരിതാനി ച ഉപരി ദശ്ച ഏ ലോകാ ഭൂമിർമിത്രാത്മജാസദേ. തേഷാം സംസ്ഥാം പ്രമാണം ച ഭൂർലോകസ്യ ച വർണ്ണയ തിര്യങ് മാനുഷദേവാനാം സരീസൃപപദത്രിണാം. വദനസർഗ സംയൂഹം ഗാർഭസ്യേതദ്വിജോദ്ഭിദാം. ഗുണാവതാരൈർവിശ്വസ്യ സർഗസ്ഥിതിയപ്യാശ്രയം സൃജസ്യ ശ്രീനിവാസസ്യ വ്യാജക്ഷോ ഉദാരവിക്രമം. വർണ്ണാശ്രമവിഭാഗാംശ്ച രൂപശീലസ്വഭാവതഃ ഋഷീണാം ജന്മകർമാധി വേദസ്യ ച വികർഷണം. യജ്ഞസ്യ
തവിധാനാനി യോഗസ്യ ച പദപ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സാഖ്യസ്യ തന്ത്രം വാ ഭഗവത് സ്മൃതം. പാഖണ്ഡപദവൈഷമ്യം പ്രതിലോമനിവേശനം ജീവസ്യ ഗതയോ യാശ്ച യാവതീർഗുണകർമ്മജാഃ. ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്താനി അവരോധിതഃ വാർത്തായാ ദണ്ഡനിധേശ്ച ശ്രുതസ്യ ച വിധിം പൃഥക്. ശ്രാദ്ധസ്യ ച വിധിം ബ്രഹ്മൻ പിതॄണാം സർഗമേവ ച ഗ്രഹനക്ഷത്രധാരാണാം കാല അവയവസംസ്ഥിതിം. ദാനസ്യ തപസോ വാപി യച്ഛേഷ്ടാപൂർത്തയോ ഫലം പ്രവാസസ്തസ്യോ ധർമ്മോ യശ്ച പുംസ ഉദാപതി. ഏന വാ ഭഗവാൻ സ്തുഷ്യേത് ധർമ്മയോനിർജനാർദ്ദനഃ സംപ്രസീദതി വാ യേഷാം ഏതദ് ആഖ്യാഹി ചാനഘ. അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ച ദ്വിജോത്തമ അനാപൃഷ്ടം അഭിബ്രൂയുർഗുരവോ ദീനവത്സലാഃ. തത്വാനാം ഭഗവാൻസ്തേഷാം കഥിതാ പ്രതിസംക്രമഃ തത്രേമം ക ഉപാസീരൻ ക ഓസ്വിദ് അനുഷേരതേ. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ച ജ്ഞാനം ച നൈഗമം യത്തദ് ഗുരുശിഷ്യപ്രയോജനം. നിമിത്താനി ച തസ്യേഹ പ്രോക്താനി അനഘസൂരിഭിഃ സ്വതോ ജ്ഞാനം കുതഃ പുംസാം ഭക്തിർവൈരാഗ്യമേവ വാ. ഏതാൻ മേ പൃച്ഛത പ്രശ്നാൻ ഹരേ കർമ്മവിവത്സയ ബ്രൂഹി മേ അജ്ഞസ്യ മിത്രത്വാദ് ജയാനഷ്ടചക്ഷുഷഃ. സർവേ വേദാംശ്ച യജ്ഞാശ്ച തപോധാനാനി ചാനഘ ജീവാഭയപ്രദാനസ്യ ന കുർവീര്യൻ കലാമപി. ശ്രീശുക ഉവാച സൈത്തം ആപൃഷ്ടപുരാണകൽപ കുരു പ്രധാനേന മുനിപ്രധാന പ്രവൃദ്ധഹർഷോ ഭഗവത്കഥായാം സംചോദിതസ്തം പ്രഹസന്നിവാഹ. ഓം തത്സത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമാംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ സപ്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ തൃതീയ സ്കന്ധത്തിലെ സപ്തമോധ്യായം, അതായത് 7-ാം അധ്യായം, ചാപ്റ്റർ 7 ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഹരേ